ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഗോവിന്ദനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കരുതിയില്ല നിങ്ങൾ ഇത്രക്കാരനാണെന്ന്. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ വയറ്റത്ത് തൊടാൻ ശ്രമിക്കുക അല്ലേ? അയ്യേ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല. ദേ ഗീതു, നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. പിന്നെ നിങ്ങൾ എന്തിനാ എൻ്റെ വയറ്റത്ത് തൊടാൻ വന്നേ? അയ്യോ, ഞാൻ വയറ്റത്ത് തൊടാൻ വന്നതല്ല. നിന്റെ വയറ് കാണുന്നുണ്ടായിരുന്നു. അതിന് വേറെ ആരും വന്ന് കാണണ്ടല്ലോ എന്ന് കരുതി ഒന്ന് മൂടി വയ്ക്കാൻ ശ്രമിച്ചതാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതെ, ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ തൊടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അച്ചയിടുക. അപ്പോഴേക്കും ഗോവിന്ദ് ഓ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോക്ക് ഗോവിന്ദ് അങ്ങ് പോയതും ഗീതു ഭയങ്കര ചിരിയാ. ഈ കണ്ണേട്ടൻ എന്തൊരു പാവാ, ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. പാവം കണ്ണേട്ടൻ ഒരുപാട് വിഷമിച്ചു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടു പോയത്. സാരമില്ല, ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ നേരം അങ്ങ് കളിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അവളെ തൊടാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അങ്ങനെ തൊടുന്നേ? അവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നാലും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഒറ്റയ്ക്ക് പിറുപിറുത്ത് നിൽക്കുന്നുണ്ടപ്പോൾ അയ്യപ്പൻ നായർ, ഇതെന്താ കുഞ്ഞിനിതെന്ത് പറ്റി? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്, കുഞ്ഞേ എന്താ അയ്യപ്പേട്ടാ? എന്താ പറ്റിയേ? എന്താ ഒറ്റക്കെന്ന് വർത്താനം പറയുന്നേ? എൻ്റെ അയ്യപ്പേട്ടാ, എനിക്കൊരു പറ്റി. എന്ത് പറ്റ്? അതൊരൊന്നര പറ്റായിപ്പോയി അയ്യപ്പേട്ടാ. എന്താ കുഞ്ഞെ, കാര്യം പറ. അത് കേട്ടതും ഗോവിന്ദ്, അതെ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഗീതു അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിനെന്താ, ഉറങ്ങിക്കോട്ടെ. ഇനി ഉറങ്ങുന്ന ആളെ പോയി തല്ലിയോ? അയ്യോ, തല്ലിയൊന്നുമില്ല അയ്യപ്പേട്ടാ. പിന്നെ എന്താ പറ്റിയത്? ഞാൻ നിങ്ങളോടായതുകൊണ്ട് പറയാം, വേറെ ആരോടും ഇത് പറയരുത്. ഇല്ല, എന്നെ വിശ്വസിച്ച് എന്തായാലും പറഞ്ഞാൽ അത് ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറ, എന്താ സംഭവിച്ചത്? അത് അങ്ങനെ കിടക്കുന്ന സമയത്ത് കാറ്റടിച്ചപ്പോൾ അവളുടെ സാരി ഒന്ന് പതുക്കെ താഴേക്ക് ഇതായിരുന്നു. വയറുഭാഗം നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നേ. ഞാനത് മൂടി വയ്ക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾ എന്നെ തെറ്റിദ്ധരിച്ചു അയ്യപ്പേട്ടാ. ഞാൻ അവളെ കയറി തൊടാൻ പോയതാന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭയങ്കര ബഹളമായിരുന്നു. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ തൊടുന്നതിൽ എന്താ തെറ്റ്? അവളുടെ മനസ്സിൽ ഞാൻ അവളുടെ ഭർത്താവ് അല്ലല്ലോ. പിന്നെ ആരാ ഭർത്താവ്? എൻ്റെ കുഞ്ഞെ, ഇതൊക്കെ കുഞ്ഞിൻ്റെ വെറും തോന്നല. ഗീതുമോള് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരുപക്ഷെ ആദ്യം കിഷോറിനെ ആയിരുന്നായിരിക്കും കുഞ്ഞ് സ്നേഹിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഗീതുവിൻ്റെ മനസ്സിൽ എല്ലാ സ്ഥാനവും കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് എന്തായാലും കുഞ്ഞ് തൊട്ടതിൽ ഇല്ലെങ്കിൽ തൊടാൻ പോയതിൽ ഗീതുവിന് സന്തോഷമായി കാണും. അത് കേട്ടതും നിങ്ങൾ ഇതിനേക്കാളും വലിയ വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളോടിത് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും വലിയ വൃത്തിയോട് പറയുന്നോ? ഇതിലെന്താ ഇത്ര വൃത്തിയോട് പറയാനുള്ളത്? ഗീതുവിന് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനോട് ഒച്ചയിട്ടത്. പിന്നെ എന്നോട് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അവൾ അനങ്ങാണ്ട് കിടക്കുമായിരുന്നു എന്നിരുന്നു. പക്ഷേ ഞാൻ ആ സാരിയിലൊന്ന് പിടിച്ചതും ചാടി എഴുന്നേറ്റ് ഭദ്രകാളിയെ പോലെയാണ് അവൾ ഉറഞ്ഞു തുള്ളിയത്. അത് കണ്ടപ്പോൾ ഞാൻ പോലും അങ്ങ് പേടിച്ചു പോയി. ഇതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? എനിക്ക് അവളോട് സോറി പറയണം അയ്യപ്പേട്ട. അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറണം. അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞ അയ്യപ്പേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നിൽക്കുക. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്. എന്ത് കാര്യം? കുഞ്ഞ് ചെന്ന് ഗീതുവിനോട് സോറി പറ. അത് അവളുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയായിട്ടല്ല ഞാൻ ഇങ്ങനെ ഒന്ന് നിങ്ങളോട് ചോദിച്ചത്. അതെങ്ങനെ പറയും? അതെ, ഗീതുവിനെ കയ്യിലെടുക്കാനൊരു വഴിയുണ്ട്. എന്ത് വഴി? കുഞ്ഞ് ഭർത്താവാണെന്നുള്ള ഒരു ബോധം അവൾക്കുണ്ടാവണം. അതെന്താ, അവളെന്താ കുഞ്ഞു വെച്ചാണോ? അവൾക്കറിഞ്ഞൂടെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്ന്? എന്നിട്ടും അവളത് മൈൻഡ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ അയ്യപ്പേട്ടാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. കുഞ്ഞ് അവളോട് ചെന്നിട്ട് പറയണം, സോറി ഗീതു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. പിന്നെ നിൻ്റെ ഭർത്താവെന്ന നിലയിൽ നിന്നെ തൊട്ടു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാളും കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു പോയതാ. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നല്ലൊരു സോറി. ഈ സോറിയെ ഞാൻ അവളോട് പറഞ്ഞതാ. അപ്പം അവൾ എന്നോട് പറയുക, ആണുങ്ങളുടെ എല്ലാ അടവും എനിക്കറിയാം, ഇതുപോലെയാണ് പല ആണുങ്ങളും ഒന്ന്. അത് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ദേഷ്യം കയറി പോകുന്നത്. എനിക്കാണെങ്കിൽ നാണക്കേടായല്ല അയ്യപ്പേട്ട. ഇനി ഞാൻ എങ്ങനെ എൻ്റെ മുറിയിലേക്ക് പോകും? ഒരു പിടിയും കിട്ടുന്നില്ല. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ തന്നെ നിൽക്കുക. എനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. അമ്മയോട് പറഞ്ഞാൽ പിന്നെ തീർന്നു, അതോടുകൂടെ എല്ലാം. അമ്മയോട് എന്തിനാ ഇത് പറയുന്നത്? രാധിക അമ്മയോടൊന്നും പറയേണ്ട കാര്യമല്ല ഇത്. അല്ലെങ്കിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ രാധിക അമ്മയെ അറിയിക്കുന്ന എന്തിനാ? അത് പിന്നെ
ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ഞാൻ ഗീതുവിനെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ കുഞ്ഞെ, ഗീതു കുഞ്ഞിനെ വിശ്വസിച്ചിറങ്ങി വന്നവളാ. അങ്ങനെയുള്ളപ്പോൾ ഗീതുവിൻ്റെ എല്ലാ ആവശ്യവും നടത്തി കൊടുക്കേണ്ടത് കുഞ്ഞാ. പിന്നെ അതിനിടയിലിരിക്കെ രാധികാമ്മയെ വലിച്ചിട്ട് ഗീതു മോളുടെ സന്തോഷം ഇല്ലാതാക്കരുത് എന്നൊക്കെ പറയുകയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം അയ്യപ്പേട്ട? അത് ഒരു ഭർത്താവിൻ്റെ കടമ കുഞ്ഞ് ചെയ്യണം. ഒരു ഭർത്താവാണെന്നുള്ള ബോധം ഗീതു കുഞ്ഞിനുണ്ടാവണം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോ എന്നും പറയൂ. അയ്യേ, ദേ ഒരു ഒറ്റ ഇടി നിങ്ങളുടെ മൂക്കിനിട്ട് ഞാൻ തന്നാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എഴുന്നേക്കാൻ 2 ദിവസം എടുക്കും. അല്ല, ഞാൻ പറഞ്ഞത് വേണ്ട. നിങ്ങളുടെ ഉപദേശം കേട്ടാലേ ഞാനും കൂടെ ചീത്തയായി പോവും. അതുകൊണ്ട് ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ ആലോചിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഗീതു കണ്ണാടി പോയി നോക്കുക. ഞാൻ കണ്ണേട്ടനോട് കാണിച്ചത് തെറ്റായിപ്പോയോ? കണ്ണേട്ടൻ അങ്ങനെ ചെയ്തതെങ്കിൽ എന്താ തെറ്റ്? കണ്ണേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. അതിന് കണ്ണേട്ടനെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞോ? ഞാൻ തമാശയിട്ടാ പറഞ്ഞെങ്കിലും കണ്ണേട്ടൻ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ ഗീതുവിൻ്റെ മനസ്സ് കണ്ണാടിയിൽ ഇങ്ങനെ വരിക. ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക. ഓ, വന്നു. ഞാൻ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോഴേക്കും മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്തിനാ? അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? ദേ, നിന്റെ കണ്ണേട്ടൻ്റെ മുൻപിൽ നിന്റെ മനസ്സ് തുറക്കാൻ പറ്റിയ സമയമായത്. എന്ത് സമയം? എങ്ങനെ മനസ്സ് തുറക്കാൻ? എൻ്റെ ഗീതു, നിന്റെ കണ്ണേട്ടനോടുള്ള നിന്റെ വിശ്വാസം അത് നീ തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണേട്ടന് നിന്നോടുള്ള ഇഷ്ടം കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ നിനക്ക് നീ വിചാരിച്ചതുപോലെ ഒരു ഭർത്താവിനെ കിട്ടും. അത് ഉറപ്പാ. സത്യമായിട്ടും നീയേ നിന്റെ മുൻപിലേക്ക് സോറി പറയാൻ വരുന്ന കണ്ണേട്ടനോട് ഒരിക്കലും തന്നെ അവിശ്വസിക്കില്ല എന്നും തന്നെ വിശ്വാസമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിൽ നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരും. അല്ലെങ്കിലും അതെനിക്ക് അദ്ദേഹം ചെയ്തു തരുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭാര്യയാണ് നീയെന്ന് അദ്ദേഹത്തിന് മുൻപിൽ അങ്ങ് കാണിച്ചു കൊടുക്ക്. അതാവുമ്പോൾ ഒരു ടെൻഷനും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. ആണല്ലേ, അങ്ങനെ തന്നെ പറയാമല്ലോ അല്ലേ? അതേന്നേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് പറ. അതാവുമ്പോൾ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും. നിൻ്റെ മനസ്സിലെ പ്രണയം നിന്റെ കണ്ണേട്ടന് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലൊരു എളുപ്പ വഴി എന്നൊക്കെ പറയുക. അത് കേട്ടതും ഗീതു, അങ്ങനെ ഞാൻ പറഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ മനസ്സിലാവുമോ? പിന്നെ നിന്നെ മനസ്സിലാകാതെ പിന്നെ അദ്ദേഹം ആരെ മനസ്സിലാക്കാനാ മോളെ? എന്തായാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. നീ കണ്ണേട്ടൻ ഐ ലവ് യു എന്ന് പറയുന്നത് കാത്തിരുന്നല്ലേ? പക്ഷേ അത് പറയാനല്ല കണ്ണേട്ടൻ വന്നത്. എന്നാലും നീ ഒന്ന് ചിന്തിക്കണം. നിന്റെ ഭർത്താവ് കണ്ണേട്ടൻ. അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ നിന്നെ ഒന്ന് തൊട്ടാലും കുഴപ്പമൊന്നുമില്ല. അതെനിക്കറിയാം. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊന്നാളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ കാണിച്ചേ? ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചത് സോറി എന്നങ്ങ് പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗീതു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈശ്വരാ, ഇവൾക്കിനി വട്ടാണോ ഇല്ലെങ്കിൽ ഇവളിത് വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പേടിച്ച് അങ്ങ് ചെല്ലുക. ഗീതു എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ കണ്ണേട്ടാ? സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. നിന്റെ സാരി അങ്ങനെ മാറിക്കിടക്കുന്ന കണ്ടപ്പോൾ വേറെ ആരെങ്കിലും വന്ന് കണ്ടാലോ എന്ന് കരുതിയിട്ടാ അങ്ങനെ ചെയ്തത്. എന്ന് കരുതി എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കായിരുന്നു. എന്തിനാ എൻ്റെ സാരി പിടിച്ച് വലിച്ചു മാറ്റിയത്? അത് കേട്ടതും, അയ്യോ, വലിച്ചു മാറ്റിയതല്ല, മൂടി വെച്ചതാ. പിന്നെ എഴുന്നേൽപ്പിക്കാതിരുന്നത് ക്ഷീണം കൊണ്ട് ഉറങ്ങായിരിക്കുമെന്ന് കരുതിയിട്ടാ. അല്ലാതെ വേറെ ഒന്നുമില്ല ഗീതു. സോറി ഗീതു എന്നും പറയാ. ഇതിനെന്തിനാ കണ്ണേട്ടാ സോറി പറയുന്നേ? കണ്ണേട്ടൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? അതിനെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. അപ്പോൾ ഗോവിന്ദ് അതിശയത്തോടെ ഗീതുവിനെ നോക്കുക. നീ എന്തായി പറയുന്നേ? അതെ കണ്ണേട്ടാ, ഇത്രയും മാസവും വർഷമായി ഞാൻ കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും എന്നെ തെറ്റായ ഒരു കണ്ണുകൊണ്ട് പോലും നോക്കാത്ത എൻ്റെ കണ്ണേട്ടനെ വിശ്വസിക്കാതെ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കാനാ? ഇത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിറകണ്ണുകളോടുകൂടെ ഗോവിന്ദൻ, നീ സത്യമാണോ ഈ പറയുന്നേ? നിനക്ക് എന്നിൽ ഒരു സംശയവും ഇല്ലേ? അയ്യോ ഇല്ല, കണ്ണേട്ടനെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി, തമാശ കളിക്കാൻ വേണ്ടി ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അത് കേട്ടതും ഗോവിന്ദൻ ഒരുപാട് സന്തോഷമായി. മതി, തൃപ്തിയായി. ഇത്രയും നേരം ഈ മുറിയിലേക്ക് എങ്ങനെ വരുമെന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. നിനക്ക് നിന്റെ മനസ്സിൽ എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് സന്തോഷമായത് എന്നൊക്കെ പറയുക. അത് കേട്ടതും, അതേ
ഈ ഈ മനസ്സിനെ വിശ്വസിക്കാതെ ഈ മനസ്സിൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ പിന്നെ ആരോടൊപ്പം നിൽക്കാനാ? എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്നു, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു, എന്നെ സന്തോഷിപ്പിച്ചു. ജീവിതത്തിൽ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നപ്പോൾ പോലും കിട്ടാത്ത സന്തോഷമാണ് കണ്ണേട്ടനോടൊപ്പം വന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരാളെ വിശ്വസിക്കാതെ ഞാൻ പിന്നെ ആരെ വിശ്വസിക്കാനാ എന്നും പറഞ്ഞ് ഗീതു വീണ്ടും ചോദിക്കുക. അത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി. ഗോവിന്ദ് സന്തോഷത്തോടെ ആ കട്ടിലിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു. സുഖമായി ഉറങ്ങാം, എനിക്കിനി സന്തോഷത്തോടെ ഉറങ്ങാം. നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിന്ന് മനസ്സ് നിറയെ ഉറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കണ്ണുമൂടി കിടക്കുക. അത് കണ്ടതും ഗീതുവിനും ഭയങ്കര സന്തോഷമായി. ആവൂ, കണ്ണേട്ടൻ്റെ ഒരു സമാധാനം കണ്ടില്ലേ? പാവം ഒരുപാട് പേടിച്ചു. ഞാനിനെ വല്ല തെറ്റിദ്ധരിക്കുമെന്ന് ഓർത്തായിരുന്നു പുള്ളിക്കാരൻ്റെ നടത്തം ഇരിപ്പൊക്കെ. അതുകൊണ്ടാണല്ലേ ഇത്രയും നേരം റൂമിലേക്ക് വരാതിരുന്നത്. എൻ്റെ കണ്ണേട്ടാ, ഇനി മുതൽ നിങ്ങളാ എൻ്റെ ഹസ്ബൻഡ്. നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും തൊടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള എല്ലാ ലൈസൻസും നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയായിട്ടുണ്ട്. ഇനി മറ്റൊരാണിനും ഞാൻ എൻ്റെ മനസ്സും ശരീരവും ഒന്നും കൊടുക്കില്ല. കിഷോർ അവനൊരു ചതിയനല്ല ഗോവിന്ദേട്ടൻ. സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ കിട്ടുന്നൊരു ഭാഗ്യമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്നേഹിച്ച പുരുഷനൊരു വെറി പിടിച്ച മൃഗമാണെങ്കിൽ അവനെ വെറുക്കുകയല്ല, കൊല്ലുക വേണ്ടത്. എന്നാൽ ഇവിടെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്ത എൻ്റെ കണ്ണേട്ടിന് വേണ്ടി ജീവിക്കാൻ ഞാനിനി തയ്യാറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ട് കട്ടിലേൽ ഗോവിന്ദനെ തന്നെ നോക്കി കിടക്കുക. ദൈവമേ, എന്നാണാവോ ഇനി എൻ്റെ കണ്ണേട്ടൻ എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നത്, ഞാൻ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നത്? അങ്ങനെ ഒരു ദിവസം വരണം. 10-ാം തീയതി ഹിയറിങ്ങിനുള്ളിൽ കണ്ണേട്ടൻ എനിക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയാകണം. കണ്ണേട്ടൻ എന്നെ പിരിയാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ഭഗവാനെ. എൻ്റെ കണ്ണേട്ടനെ എനിക്ക് വേണം, എനിക്ക് മാത്രമുള്ളത് ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ കണ്ണു മൂടുക. ഗോവിന്ദനും മനസ്സിലാലോചിക്കുകയാണ്. ഓ, സമാധാനമായി. ഞാൻ വിചാരിച്ചതുപോലെയല്ല ഗീതു. ഞാൻ വിചാരിച്ചു അവളെന്നെ വഴക്കിടുമെന്ന്. എന്തായാലും അവളെന്നെ മനസ്സിലാക്കിയല്ലോ. എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പെണ്ണ് ഗീതു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദും ഉറങ്ങുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.